പേര് നൈസോ. ഞാൻ ഡെൻമാർക്കിൽ നിന്നാണ് വരുന്നത്. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് 2019 അന്ന് ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങളൊന്നും സാധിച്ചിരുന്നില്ല. നിരാശയായിരുന്നു. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചു. അത് മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടെ നിന്ന് വരുന്ന സാക്ഷ്യങ്ങളിലൂടെയൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ചിന്തിച്ചപ്പോൾ ഞാൻ എൻ്റെ പേരൻസുമായിട്ട് ചെറിയ അകൽച്ചയിലായിരുന്നു. അവരെന്നെ പലപ്പോഴായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ദേഷ്യവും പകയും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അവരോട് ക്ഷമിക്കാൻ സാധിച്ചു. അവരോട് കൂടുതൽ അടുത്തു. ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ മെയിൻ കാര്യം എൻ്റെ കുഞ്ഞിന് ഓട്ടിസമാണ്. അത് മാറാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉടമ്പടി എടുത്തത്. അതിൻ്റെ കൂടെ വേറെ കാര്യങ്ങളും വെച്ചിരുന്നു. അതിനുശേഷം 2023 ഞാൻ IT എഞ്ചിനീയറാണ്. ഡെൻമാർക്കിൽ വർക്ക് ചെയ്യുന്നു. കൺസൾട്ടൻ്റായിട്ട് ജോലി ചെയ്തപ്പോഴത്തേക്കും ആ കമ്പനി കൺസൾട്ടന്മാരുടെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്ന് അവർ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തു. ഓൺലൈനിലാണ് ഉടമ്പടി എടുക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ വൈഫിന് ജോലി കിട്ടാൻ വേണ്ടിയും വെച്ചിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, 2023 ഒക്ടോബർ 31 ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. നവംബർ 1 എനിക്കും വൈഫിനും ഇൻ്റർവ്യൂ കോൾ കിട്ടി. ഇതിൽ എൻ്റെ കാര്യത്തിൽ തുടങ്ങാം. ആ ജോലി എനിക്ക് കിട്ടി. ഞാൻ ഉടമ്പടി എടുത്തു. പക്ഷേ എൻ്റെ കയ്യിൽ കാശ് രൂപ എല്ലാ കാര്യങ്ങളും കളഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് ഞാനൊന്നുമില്ലാതെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂവിന് ഞാൻ പറഞ്ഞിരുന്നു, മാധവനോട് പറഞ്ഞു, എനിക്ക് ജോലി തരുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും ഒരേ ദിവസം ജോലി ചെയ്യാൻ പറ്റത്തക്ക രീതിയിൽ ജോലി തരണമെന്ന്. അപ്പോൾ എൻ്റെ വൈഫ് 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നതാണ്. ഇപ്പോൾ പുള്ളിക്കാരുടെ കയ്യിൽ ഉപ്പുണ്ട്, കാശുരൂപമുണ്ട്, എല്ലാ നേർച്ച വസ്തുക്കളുമുണ്ട്. പുള്ളിക്കാരി ഇതിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, പുള്ളിക്കാരിക്ക് 2004 യു കെയിൽ നിന്ന് മാസ്റ്റേഴ്സ് പഠിച്ചതാണ്. അതിനുശേഷം പുള്ളിക്കാരിയുടെ ഫീൽഡിൽ ഒരു ജോലി കിട്ടിയിരുന്നില്ല. ഒത്തിരി ട്രൈ ചെയ്തു, പക്ഷേ കിട്ടിയില്ല. അതിന് നിരാശ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനും കൂടെ അസുഖമായപ്പോഴത്തേക്കും ആക്ച്വലി നല്ല ഡിപ്രഷനായി. ആക്ച്വലി ഡെൻമാർക്ക് എന്ന് പറഞ്ഞ രാജ്യം ഒരു ക്രിസ്ത്യൻ രാജ്യമാണെങ്കിൽ പോലും അവിടെ വിശ്വാസികൾ വളരെ കുറവാണ്. പള്ളിയിലൊക്കെ പോകുന്നവർ വളരെ കുറവാണ്. ഞങ്ങളെ പോലുള്ള കുറച്ച് പേര് മാത്രമേ ഉള്ളൂ പള്ളിയിലൊക്കെ പോകുന്നത്. ഇതൊക്കെ കണ്ടു വളരുന്ന ഞങ്ങളുടെ പ്രാർത്ഥിച്ചിട്ടും ഒന്നും സാധിക്കാത്തപ്പോൾ ഞങ്ങളുടെ വിശ്വാസം വളരെ കുറഞ്ഞു. ഉടമ്പടി എടുത്തതിന് ശേഷം ഓൺലൈൻ ഉടമ്പടി 2023 ഉടമ്പടിക്ക് ശേഷം എൻ്റെ വൈഫിനും എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയപ്പോൾ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു. 17 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വൈഫിന് ഒരു ഇൻ്റർവ്യൂ ആയാലും കിട്ടി. അപ്ലൈ ചെയ്ത ജോബിന് റിജക്ഷൻ കിട്ടി. ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവിടെ കാശുരൂപമായിട്ടാണ് പോയത്. ഉപ്പ് അവിടെ വിതറുകയും ചെയ്തു. പക്ഷേ റിജക്ഷൻ കിട്ടി. പക്ഷേ പുള്ളിക്കാരി ഡിസംബർ 7 നല്ല പനിച്ച് കിടക്കുകയാണ്. പക്ഷേ പുള്ളിക്കാരി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഡിസംബർ 8 അമലോഫാ ദിവസത്തിന് തീരുന്നതിന് മുന്നേ ഒരടയാളം കാണിക്കണമെന്ന്. ഡിസംബർ 8 ആ കമ്പനിയിൽ നിന്ന് തന്നെ പിന്നെയും ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു. നോർമലി അങ്ങനെ ഒരിക്കലും ഡെൻമാർക്കിൽ നിന്നല്ല ഏതൊരു രാജ്യത്തും വിദേശിയെ പിന്നെയും റിജക്റ്റ് ചെയ്ത ഒരാളെ പിന്നെയും എടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ വൈഫിന് 2ാമത് ഇൻ്റർവ്യൂവിന് പോയി. അതിന് അവരെ സെലക്ട് ചെയ്തു. അവിടെയും ഉപ്പും കാശുരൂപമൊക്കെ ആയിട്ടാണ് പോയത്. 2ാമത്തെ തവണ പോയി ജോലി കിട്ടി. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് 2 പേർക്ക് ഒരേ ദിവസം ജോയിൻ ചെയ്യാൻ സാധിച്ചു. ഈ കൊല്ലം ഫെബ്രുവരി 1 ഞങ്ങൾ 2 പേരും പുതിയ ജോലിക്ക് ജോയിൻ ചെയ്തു. ഇത് 17 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്നൊരു കാര്യം. അത് ഒരിക്കലും മനുഷ്യമായിട്ട് ചിന്തിച്ചാൽ ഒരിക്കലും നടക്കാത്ത കാര്യം ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിന് സഹായിച്ചു. പിന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ കുഞ്ഞിന്, ഇളയ മകന് 11 വയസ്സാണ്. അവന് വർഷങ്ങളായിട്ട് നോസ് ബ്ലീഡ് ചെയ്യും. അതായത് സമ്മറാണേലും വിൻ്ററാണേലും ബ്ലീഡ് ചെയ്യും, രക്തം വരും. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ മാത്രം സീരിയസ് ആയിട്ട് എടുത്താൽ മതി.
പക്ഷേ അവന് ഇടയ്ക്കിങ്ങനെ സമ്മറിലും വിൻ്ററിലും ഒക്കെ ഇങ്ങനെ ബ്ലഡ് വരും. പക്ഷേ ഞങ്ങൾ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ ഒരിക്കലും നോസ് ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല. ഇപ്പം 1.5 കൊല്ലമായിട്ട് യാതൊരു കുഴപ്പമില്ല എൻ്റെ മോന്. ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ രണ്ടുപേരും കുമ്പസാരിച്ചിട്ട് 13 വർഷമായിരുന്നു. ഞങ്ങൾക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ആധ്യാത്മികമായിട്ട് ഒത്തിരി ദൈവത്തോട് കൂടുതൽ അടുക്കാൻ സാധിച്ചു. കുമ്പസാരിച്ചു, മാതാപിതാക്കന്മാരോട് ക്ഷമിച്ചു, അവരുമായിട്ട് കൂടുതൽ അടുത്തു. ഇതൊക്കെ കാരണമായിരിക്കാം എൻ്റെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നത്, ദൈവത്തോട് കൂടുതൽ അടുക്കാൻ. ആദ്യം ഉടമ്പടി എടുത്തോടുകൂടി ഞങ്ങൾ കൂടുതൽ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുന്നു. വേറൊരു കാര്യം, എൻ്റെ കുഞ്ഞ് ഓട്ടിസമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവന് ഉടമ്പടിയിൽ ഒരു കാര്യം ഞാൻ വെച്ചിരുന്നു, എൻ്റെ കുഞ്ഞ് ഞങ്ങൾ പുതിയ ജോലിക്ക് കയറുമ്പോഴത്തേക്കും അവൻ അഡ്ജസ്റ്റ് ആവണമെന്ന്. ഓട്ടിസമുള്ള പേരൻസിനറിയാം, പിള്ളേർ അഡ്ജസ്റ്റ് ആകാൻ നല്ല ബുദ്ധിമുട്ടാണ്. അവർക്ക് റൊട്ടീനാണ് അവരുടെ മുഖ്യം. അവർ റൊട്ടീനിൽ ചേഞ്ച് എല്ലാം ഉണ്ടെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഉടമ്പടിയിൽ വെച്ചതിന് ശേഷം ഞങ്ങൾ ജോലി ഈ ഉടമ്പടി തുടങ്ങിയപ്പം മുതൽ പുള്ളിയാണ് 5:30 ഞങ്ങളെക്കാൾ മുന്നേ എഴുന്നേൽക്കുന്നത്. അലാറം വെക്കാതെ തന്നെ പുള്ളി എഴുന്നേൽക്കും. പിന്നെ കിടക്കാൻ സമ്മതിക്കത്തില്ല, വേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരെയും പൊക്കും. അപ്പോൾ അതൊരു വലിയൊരു വ്യത്യാസമാണ്, വലിയൊരു കാര്യമാണ് അത്. പിന്നെ സ്കൂളിലാണെങ്കിലും ഞങ്ങൾ ചിലപ്പം എനിക്ക് ജോലി കൂടുതലുണ്ടെങ്കിൽ പുള്ളി സ്കൂളിൽ അഡ്ജസ്റ്റായി. ഇതൊക്കെ മാതാവ് തന്ന അനുഗ്രഹമാണ്. ഒരിക്കലും ഞങ്ങൾ മാനുഷികമായിട്ട് നടക്കുന്ന കാര്യമേ അല്ല. ഇതെല്ലാം മാതാവിൻ്റെയും തിരുക്കുമ്പാറിൻ്റെയും അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് നേടിക്കിട്ടിയതാണ്. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 15-ാം അധ്യായത്തിൽ മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ഉപമയിൽ കൂടുതൽ കായ്ക്കുന്നതിനെ കൂടുതൽ ഫലം തരാനായി വെട്ടിയൊരുക്കുന്ന കർഷകനെ ഈശോ വരച്ച് കാണിക്കുന്നുണ്ട്. ഫലം തരാത്തതിനെ മുറിച്ച് നീക്കുന്നുമുണ്ട്. ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുകയാണ്. ഈ വെട്ടിയൊരുക്കൽ പ്രക്രിയ ജീവിതത്തിലുടനീളം നമുക്ക് സംഭവിക്കും. അതാണ് നമുക്ക് വരുന്ന നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ നമുക്കുണ്ടാകും. അപ്പോൾ ഒരു നാമമാത്ര വിശ്വാസി പലപ്പോഴും അതിലൊക്കെ വീണു പോകും. ഇനി എന്തിന് പ്രാർത്ഥിക്കണം? ആ ഒരു അവസ്ഥയിൽ ഈ കുടുംബവും കടന്നുപോയി. തങ്ങൾക്ക് ഉടമ്പടി 2019 ഇവിടെ വന്നെടുത്തു. എന്നാൽ ഉടമ്പടി എടുത്തു, അതുകൊണ്ട് തങ്ങൾക്ക് പല കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്, നിയോഗം, അതൊക്കെ ഒന്ന് സാധിക്കണം. എന്നാൽ അതല്ല ഉടമ്പടി പ്രാർത്ഥന എന്നുള്ളത് അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസവും അത് വ്യക്തമാണ്. അങ്ങനെ ഉടമ്പടി പിന്നീട് അങ്ങോട്ടൊന്നും ഉടമ്പടി ജീവിതമൊന്നും നയിച്ചില്ല. എന്നാൽ എപ്പോൾ ഓൺലൈൻ ഉടമ്പടി വീണ്ടും എടുക്കുന്നു, ബോധ്യങ്ങൾ കിട്ടുകയാണ്. ഇങ്ങനെ പോയാൽ പോരാ, അവിടെ റിക്കൺസിലിയേഷൻ, അനുരഞ്ജനത്തിന് തയ്യാറാകുന്നു. തൻ്റെ കുടുംബവുമായിട്ട് അനുരഞ്ജനപ്പെടുന്നു. അതുപോലെ തന്നെ തങ്ങൾ തന്നെ ദൈവത്തോട് 13 വർഷമൊക്കെ ആയിട്ടുള്ള തങ്ങളുടെ കൂദാശ ജീവിതത്തിൽ ആ ഒരു മാറ്റം വരുന്നു. അതിനു മുമ്പ് പലതും നമുക്കൊക്കെ തന്നെ കഴിയും എന്നുള്ള ഒരു ബോധ്യത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ പിന്നീട് ബോധ്യങ്ങൾ നമുക്ക് ഈശോ തന്നെ തരികയാണ്. എങ്ങനെയാണ് പിന്നീട് ഓരോ കാര്യങ്ങളിലും വ്യത്യാസം വരുന്നത്? തനിക്ക് ഇനി തൻ്റെ ജോലി എക്സ്റ്റെൻഡ് ചെയ്ത് തരില്ല, കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്ന് കമ്പനി പറഞ്ഞ് പോരുവാൻ പറയുന്ന ആ അവസ്ഥയിൽ നിന്ന് പിന്നീട് എങ്ങനെ ഈ മകന് അതേ കമ്പനി തന്നെ പെർമനൻ്റ് പോസ്റ്റ് കൊടുക്കുകയാണ്. അതുപോലെ തൻ്റെ വൈഫ് 17 വർഷമായി പഠിച്ച ഫീൽഡിൽ ജോലിയില്ല. എന്നാൽ ആ മകളും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ കൊണ്ടുപോയി ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നു. റിജക്ഷൻ വന്നു. എന്നാൽ ആ റിജക്ഷനിലും തളരുന്നില്ല.
പിന്നീട് അതേ ജോലി ആ ഫീൽഡിൽ തന്നെ 17 വർഷങ്ങൾക്ക് ശേഷം ആ മകൾക്ക് ജോലി കിട്ടുന്നു. അതും ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ തമ്പുരാനോട് അത്രയേറെ സ്നേഹം തോന്നുമ്പോൾ നാം അതാണ് മോശ കർത്താവിനോട് മുഖാഭിമുഖം സംസാരിച്ചു എന്ന് പറയുക. അതായത് ആ ഒരു സ്നേഹം കൊണ്ട് നിറയുമ്പോൾ, ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് ഫ്രീ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. പിന്നീട് അതേ ഡേറ്റിൽ തന്നെ ആ മകളും ഈ ദമ്പതികൾ 2 പേരും ഒരുമിച്ച് ജോയിൻ ചെയ്യാനിടയായി എന്നൊക്കെയാണ് നാം കേട്ടത്. ഓട്ടിസമുള്ള തങ്ങളുടെ കുഞ്ഞ്, അത് അങ്ങനെയുള്ള മാതാപിതാക്കൾക്കേ മനസ്സിലാകൂ എന്ന് ഈ മകൻ തന്നെ പറഞ്ഞു. തീർച്ചയായും നമ്മുടെ കുടുംബത്തിൽ നമുക്ക് അങ്ങനെ ഒരു വിശുദ്ധീകരണം, അതൊക്കെ ദൈവം കൂടുതൽ നമ്മെ അനുഗ്രഹിക്കുന്ന ഓരോ വഴികൾ തന്നെയാണ്. തൻ്റെ കുഞ്ഞിന്ന് എത്രമാത്രം അഡ്ജസ്റ്റായി ജോലികളൊക്കെ അതുകൊണ്ട് തങ്ങൾക്ക് എത്ര ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നു, അതും ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തന്നെ ലഭിച്ചു. അതുപോലെ മകന് കിട്ടിയ മറ്റ് രോഗസൗഖ്യം, അങ്ങനെ കുടുംബത്തെ ഒന്നാകെ ഇന്ന് വിശുദ്ധീകരിക്കപ്പെട്ട് നിർത്തുന്നത് കൂദാശ ജീവിതമാണ്. തങ്ങൾക്കൊരു തിരിച്ചുവരവിന് ഉടമ്പടി കാരണമായി എന്ന് പറയുമ്പോൾ തീർച്ചയായും ജീവിതത്തിൽ ഇനിയും നമുക്ക് ഒത്തിരിയേറെ തളർന്ന് ആരും ഇവിടെ ഇരിക്കേണ്ട. നാം തന്നെ ഒന്ന് മനസ്സ് വെച്ചാൽ മതി. ദൈവം കൃപകൾ ചൊരിയുവാനായിട്ട് കരുതലുള്ളവനാണ്, കരുണയുള്ളവനാണ്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.